അതിക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓഡിറ്റോറിയത്തിൽ വലിയൊരു ഓർഡർ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും പൂർത്തിയാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രേവതി വീട് വിട്ടു പോകരുത് എന്നുള്ള കാര്യം ചന്ദ്രമതി ചിന്തിക്കുകയാണ് കേട്ടോ. ചന്ദ്രമതി മറ്റൊരു ഡെക്കറേഷൻ ചെയ്യുന്ന സ്ത്രീയുമായിട്ട് കൂട്ടുകെട്ട് കൂടിയിട്ട് രേവതിയുടെ വർക്ക് എങ്ങനെയെങ്കിലും കുളമാക്കണമെന്ന് കരുതി രേവതി അന്നേ ദിവസം പുറത്തു പോകരുതെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതി കൈക്ക് വേദനയാണെന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം രേവതിയെ വീട്ടിൽ ചന്ദ്രമതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിർത്തുകയാണ്. ഇന്ന് നീ പുറത്തു പോകരുത് എന്നും എനിക്ക് വേണ്ടിയിട്ട് നീ കുഴമ്പും അതുപോലെ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി തരണം, അത് മാത്രം പോരാ സൂപ്പ് അത് ഇതെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മൊത്തം രേവതിയെ അവിടെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ വൈകുന്നേരം ആകുന്ന സമയത്ത് നമ്മുടെ സച്ചി ഒരു മാലയൊക്കെ ആയിട്ടാണ് വരുന്നത്. എന്നിട്ട് എല്ലാവരോടുമായിട്ട് ഓടി ഹാളിലേക്ക് വരാൻ വേണ്ടി പറയുന്നുണ്ട്. സച്ചിയുടെ സന്തോഷം കാണുമ്പോൾ തന്നെ എന്തോ വലിയൊരു കാര്യം സംഭവിച്ചതായിട്ടുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവാണ്. അതുമാത്രമല്ല കയ്യിലൊരു മാലയുണ്ട്. എന്താ കാര്യം എന്നുള്ള കാര്യം എല്ലാവരും പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അച്ഛ, നമ്മുടെ രേവതിക്ക് ഒരു ഓഡിറ്റോറിയത്തിൽ വലിയൊരു ഡെക്കറേഷൻ വർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് രേവതി വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യം പറയുകയാണേ. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ ഭാര്യ എന്താ മെജീഷ്യനോ മറ്റാണോ ഇവിടെ ഇരുന്നു കൊണ്ട് അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്? അതെ, എൻ്റെ ഭാര്യ മെജീഷ്യനല്ല, പക്ഷെ ബുദ്ധിശാലിയാണ്. അതിരിക്കട്ടെ, ഏട്ടത്തി എന്തുകൊണ്ടാണ് ഡെക്കറേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാണ്ടിരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രീകാന്ത് ചോദിക്കുമ്പോഴാണ് അമ്മയ്ക്ക് പെട്ടെന്ന് ശരീരത്തിന് സുഖമില്ലാണ്ടായി, അതുകൊണ്ട് രേവതി ഇവിടെ നിന്നിട്ട് അമ്മയെ സംരക്ഷിക്കായിരുന്നു എന്നുള്ള കാര്യം പറയുകയാണേ. അപ്പോഴാണ് എല്ലാവരും നമ്മുടെ ചന്ദ്രമതിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം തന്നെ അറിയുന്നത്. ഓരോരുത്തരായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്, എന്താ അമ്മയെ പറ്റിയത്, എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴേക്കും ചന്ദ്രമതി ചെറുതായിട്ടൊന്ന് ബബ്ബ അടിക്കുന്നുണ്ട്. കാരണം അഭിനയിച്ചതാണല്ലോ, പിന്നെ ഒരു വിധത്തിൽ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ വർഷ ചോദിക്കുന്നുണ്ട്, അല്ല രേവതി ചേച്ചി എങ്ങനെയാ അവിടെ പോവാതെ ഇവിടെ ഇരുന്നു കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തെന്നുള്ള കാര്യം. അതാണ് വർഷയെ പറയാൻ വേണ്ടി പോകുന്നത്. അവള് അവിടെ എല്ലാവരുടെ അടുത്തുമായിട്ട് ഇവിടുന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം വീട്ടിലിരുന്നു കൊണ്ട് അവൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണേ. ഡെക്കറേഷനൊക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്നും രേവതി ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഇത്രയും വെടുപ്പായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തതിന് നമ്മൾ ഒരു പ്രോത്സാഹനം കൊടുത്തല്ലേ പറ്റൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് ശരിയാണ് നീ പറഞ്ഞത്, അങ്ങനെ തന്നെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് മാലയൊക്കെ ഇട്ട് കൊടുക്കാണ് കേട്ടോ സച്ചി. എന്നാൽ ഇത് കേട്ട രേവതി പറയുന്നുണ്ട്, ഞാൻ അത്ര വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല എന്നും സച്ചേട്ടനും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിമാരുമാണ് ഒരുപാട് കഷ്ടപ്പെട്ടത്, അവരില്ലെങ്കിൽ എനിക്കൊരിക്കലും ഈ നേട്ടം കിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഈ തൊഴിലിൽ രേവതി നന്നായിട്ട് മുന്നേറി വരും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് രവി ഒരുപാട് ആശംസകളൊക്കെ അറിയിക്കുകയാണ് കേട്ടോ രേവതിക്ക് വേണ്ടിയിട്ട്. എന്തായാലും രേവതിയുടെ ഈ വിജയം ചെറിയ രീതിയിൽ ആഘോഷിച്ച പോരാ, നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറയണേ. അതൊക്കെ ഞാൻ പറയാം, സച്ചേട്ടനൊന്ന് വാ എന്ന് പറഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് പറയാണ് കേട്ടോ. ചന്ദ്രമതിക്ക് സുഖമില്ലായ്മ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും എന്നെ മനഃപൂർവ്വം ഇവിടെ പിടിച്ചു നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് അമ്മ അസുഖം അഭിനയിച്ചതാണ്. ഇതെല്ലാം നമുക്ക് ഓർഡർ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ചിന്താമണി എന്ന് പേരുള്ള ആ സ്ത്രീയും അമ്മയുമായിട്ട് ഒത്തിട്ട് കളിച്ച കളിയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് സച്ചിയെ അറിയിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ സച്ചി ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ രേവതി പറയുന്നത് അതിനെക്കുറിച്ചൊന്നും ഇനി ചോദ്യം ചെയ്യണ്ട, എന്തായാലും നമ്മൾക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തില്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ വിട്ടാൽ പറ്റില്ല രേവതി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് തന്നെ സച്ചി നേരെ ചന്ദ്രമതിക്ക് അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. സച്ചിയുടെ വരവ് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താടാ നിന്റെ ഭാര്യ വേറെ എന്തെങ്കിലും കാര്യം ചെയ്തോ, ഇനിയും അതിനും മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എൻ്റെ ഭാര്യയല്ല, ഒരു ഒന്നാം തരം നടി. അമ്മയ്ക്ക് കൈവേദനയാന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അത് എന്തുകൊണ്ടാന്നുള്ള കാര്യം ഇപ്പം എനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി നേരെ സച്ചിയുടെ മുഖത്തേക്ക് നോക്കുവാണ്. അമ്മയ്ക്ക് കൈവേദന വന്നത് എല്ലാം അഭിനയമായിരുന്നു, അഭിനയം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ, രേവതിക്ക് ഇത്രയും വലിയൊരു ഓർഡർ വന്നല്ലോ, അപ്പോൾ അവൾ ഇതിന് ഡെക്കറേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവളെ മണ്ഡപത്തിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി ഒപ്പിച്ച പണിയാണെന്നുള്ള കാര്യം അറിയിക്കുകയാണ് കേട്ടോ. രേവതിയുടെ മനസ്സ് അവൾ വിൽക്കുന്ന പൂ പോലെ ആയതുകൊണ്ട് തന്നെ അമ്മയുടെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അമ്മയ്ക്ക് വേണ്ട സംരക്ഷണം നൽകിയിട്ട് അവൾ ഇവിടെ ഇരുന്നു. അച്ഛൻ എപ്പോഴും പറയാറില്ലേ, നല്ലത് ചെയ്യുന്നവർക്ക് നല്ലത് മാത്രമേ വരുള്ളൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ രേവതി ബുദ്ധിപരമായിട്ട് അവൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവളുടെ ജോലി ഫോണിലൂടെ എല്ലാം തീർത്തു. അമ്മ എന്തിനാണ് രേവതിയുടെ ജോലി തടുക്കാൻ വേണ്ടി പോകുന്നത്, അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ അതുകൊണ്ടല്ലേ ശ്രുതിയേട്ടാ
സച്ചിയേട്ടൻ പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് ആക്ട് ചെയ്തതാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എന്തിനാണ് ആന്റി അങ്ങനെ ആക്ട് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല, ആന്റി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ശ്രുതി സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് പൗഡർ എടുത്തി, നിങ്ങളോ നിങ്ങളുടെ ഭർത്താവോ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാര്യമായിട്ട് വലിയ രീതിയിൽ പറഞ്ഞു നടക്കും. എന്നാൽ രേവതിയെ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, അതുപോലെ തന്നെ ഞാനാണെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത മകനും, അതുകൊണ്ട് ഞങ്ങൾ നന്നാവുന്ന ഒരിക്കലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഞങ്ങളുടെ ജോഡിക്ക് എന്തെങ്കിലും തടസ്സം വരുത്തണം എന്ന് വിചാരിച്ചിട്ട് ആദ്യം മുമ്പ് തന്നെ കയറി നിൽക്കുന്നൊക്കെ പറയണേ. സച്ചിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും ഇല്ലാത്തതൊന്നും പറയണ്ട, ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചന്ദ്രമതി പറയുകയാണേ. അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്, പക്ഷെ അമ്മ എങ്ങനെയൊന്നും ചെയ്യുന്നുണ്ടാവില്ല എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയുമ്പോൾ അത് വെറുതെ ചെയ്തതല്ല, അമ്മ ഒറ്റയ്ക്ക് ചെയ്തതല്ല. മണ്ഡപത്തിൽ ഡെക്കറേഷൻ ചെയ്യുന്ന ഒരു ലേഡി ഉണ്ട്, എല്ലാ മണ്ഡപത്തിലും ഓർഡർ പിടിക്കുന്ന. അവർക്ക് ഇപ്പൊ രേവതി മുന്നേറി വരുന്നത് ഇഷ്ടമല്ല. അപ്പൊ അവരും ഈ അമ്മയുമായിട്ട് എങ്ങനെയോ ലിങ്ക് ആയിട്ടുണ്ട്. അങ്ങനെ അവരും പറഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചതെന്നുള്ള കാര്യം പറയാണ് കേട്ടോ. അപ്പോഴേക്ക് രവിയും ചന്ദ്രമതിയെ ചോദ്യം ചെയ്യുന്നുണ്ട്, എന്തിനാ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യം. അവൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങൾ എന്തിനാ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്? എനിക്ക് ശരിക്കും കൈക്ക് വേദന ഉണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആന്റിക്ക് വയ്യായ്ക വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ശ്രുതി ചേച്ചിയെ വിളിക്കണമായിരുന്നു, അല്ലെങ്കിൽ അച്ഛനെ ഇൻഫോം ചെയ്യണമായിരുന്നു. ഇത് രണ്ടും ചെയ്തില്ല. രേവതി ചേച്ചി ഒന്നും ചെയ്യുന്നത് അമ്മയ്ക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. പിന്നെ എന്തിനാ ചേച്ചിയുടെ അടുത്ത് ഇവിടെ നിന്നിട്ട് അമ്മയെ നോക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ വർഷ ചോദ്യം ചെയ്യുമ്പോൾ ഒന്നും മിണ്ടാനില്ല കേട്ടോ ചന്ദ്രമതിക്ക്. അപ്പോഴേക്കും ശ്രീകാന്തും വർഷയെ സപ്പോർട്ട് ചെയ്യുന്ന രീതി പറയുന്നുണ്ട്, കറക്റ്റ് തന്നെയാണ്, ചേച്ചി എന്ത് ചെയ്തു കഴിഞ്ഞാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല, പിന്നെ എന്തിനാണ് അമ്മയ്ക്ക് കിഴിയെല്ലാം വെച്ച് തരാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്? എന്തായാലും ഇതിൽ എന്തോ പ്രശ്നമുണ്ട്, അത് ഇപ്പം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നതേ ഉള്ളൂ എന്നുള്ള കാര്യം ശ്രീകാന്ത് പറയാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ചന്ദ്രമതി മിണ്ടാതെ നിൽക്കാണ്. ഈ മൗനം ചന്ദ്രേ, നീ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ടെന്ന് രവിയും. അമ്മ വിചാരിച്ചു രേവതിയെ തകർക്കുക എന്നുള്ള കാര്യം. എന്നാൽ രേവതിക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ ഫ്രണ്ട്സും അവളുടെ അനിയത്തിയും ഒക്കെ ഉണ്ട്. എന്തിനു പറയണം, നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി ചേർന്നിട്ടാണ് ഡെക്കറേഷൻ ചെയ്യാനുള്ള പണം വരെ കൊടുത്തത്. എന്നാൽ അമ്മ ഒപ്പിച്ച പണി കണ്ടില്ലേ അച്ഛ? ചന്ദ്രേ, നേരെ ജീവിക്കുന്നവർക്ക് എന്നും ദൈവം തുണയായിട്ട് തന്നെ ഉണ്ടാവും. കണ്ടില്ലേ, നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തെങ്കിൽ പോലും ശ്രീകാന്തും വർഷയും ചേർന്നിട്ട് അവൾക്ക് സഹായമായിട്ട് മാറിയത്. അതുപോലെ എന്തായാലും ഒരു ദിവസം ആർക്കും എപ്പോഴും സഹായമായിട്ട് ആരെങ്കിലും ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ രവി പറയുന്നുണ്ടേ. ചന്ദ്രമതി വീണ്ടും തർക്കിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, രേവതി ആ സ്ത്രീയുമായിട്ട് അമ്മ സംസാരിക്കുന്നത് ഫോണിൽ കേട്ടു എന്നുള്ള കാര്യം. അങ്ങനെ എല്ലാവർക്കും സത്യം മനസ്സിലാവാണ്. എന്നാൽ ആ സമയം നോക്കിയിട്ട് നമ്മുടെ സച്ചി മറ്റൊരു കാര്യം പറയാണ്, ഇനിയൊരു കാര്യം കൂടി പറയാനുണ്ട് എന്നുള്ള കാര്യം. അച്ഛാ, ഞാൻ പുതുതായിട്ടൊരു ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം. അപ്പോഴേക്കും ഷോക്ക് അടിച്ചതുപോലെ ചന്ദ്രമതിയും അതുപോലെ ശ്രുതിയും സുധിയും ഒക്കെ നോക്കുന്നുണ്ടേ. എന്ത് ബിസിനസ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കാൻ വേണ്ടി പോവാണെന്ന് പറയാണേ. ഞാനും മഹേഷും കൂടി ചേർന്നിട്ടാണ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്, ഡ്രൈവിംഗ് സ്കൂളോ എന്നുള്ള കാര്യം രവി ചോദിക്കുന്ന സമയത്ത്, അതെ അച്ഛാ, എനിക്കറിയുന്ന ജോലി അതല്ലേ. അതുമാത്രമല്ല അച്ഛാ, മഹേഷിന് കറക്റ്റായിട്ട് ഇപ്പൊ ട്രിപ്പ് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഈ ജോലി ചെയ്യാന്ന് വിചാരിക്കുന്നു അച്ഛാ. നല്ല കാര്യമാണ്, ഒരു ജോലി ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ മറ്റൊരു ജോലിയും കൂടി ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. സ്കൂൾ ആരംഭിക്കുന്നതിന് വീടിന്റെ മുമ്പിൽ ഒരു ബോർഡ് വെച്ചിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്, നീ വെച്ചോടാ എന്ന് രവി പറയണേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അങ്കിൾ, അങ്ങനെ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആയിട്ട് മാറും, ടാക്സ് അടയ്ക്കേണ്ടി വരും, കറണ്ട് ബില്ലൊക്കെ കൂടുതലായിട്ട് വരുന്ന പറയണേ. അപ്പോഴേക്കും ചന്ദ്രമതി, ആണോ? അയ്യോ, ഇതൊന്നും എൻ്റെ വീടിന്റെ മുമ്പിൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഇത് എൻ്റെ പേരിലുള്ള വീടാണ്, ഇതൊന്നും നടക്കില്ല എന്നുള്ള കാര്യം പറയുന്ന സമയത്ത്, നിന്റെ പേരിലല്ല എന്റെയും കൂടി പേരിലാണ് ഉള്ളത്, കറണ്ട് ബില്ല് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അവ അടച്ചോളും, നിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതിയുടെ വായ അടപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ പറയുന്നത് രവിയേട്ട കേക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ നീ കൂടുതലായിട്ടൊന്നും പറയണ്ട, നീ പറഞ്ഞത് തന്നെ ധാരാളമാണ്, മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രേവതി ചോദിക്കുന്നുണ്ട്, അല്ല സച്ചേട്ടൻ എന്താ ഈ സമയത്ത് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള കാര്യം കേട്ടോ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ, സമയം സന്ദർഭവും നോക്കിയിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാം എന്നുള്ള കാര്യം. ഇപ്പോ അമ്മയുടെ ഭാഗത്തൊരു തെറ്റ് വന്നു, അതുകൊണ്ട് തന്നെ അമ്മയുടെ സംസാരം ഒരിക്കലും അച്ഛൻ എടുക്കില്ല എന്നുള്ള കാര്യം അറിയാം. ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെ ധിക്കരിക്കുന്ന രീതിയിൽ അച്ഛൻ എന്തായാലും ഇതിന് സമ്മതമുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് അറിയാവുന്നു എന്നുള്ള കാര്യം പറയണേ. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും കൂടി ചേർന്ന് ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട്. മഹേഷും സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ടാണ് കേട്ടോ ഈ ഡ്രൈവിംഗ് സ്കൂളിന്റെ മുതലാളിയായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്.